ഹലോ ഗൈസ്, ചാമ്പ്യൻസ് ലീഗിൽ നിന്നും ലിവർപൂൾ അങ്ങനെ പുറത്തായി. ആദ്യ പാദത്തിൽ PSG തട്ടകത്തിൽ ഒരു ഗോളിന് വിജയിച്ച ലിവർപൂൾ രണ്ടാം പാദത്തിൽ സ്വന്തം തട്ടകമായ ആൻഫീൽഡിൽ അടിപതറി പുറത്തായിരിക്കുന്നു. ഇന്നലത്തെ മത്സരത്തിൽ 12-ാം മിനിറ്റിൽ തന്നെ ഉസ്മാൻ ഡെംബലയുടെ ഗോളിൽ കളി 1-1 സമനിലയിൽ ആയിരുന്നു. 120 മിനിറ്റോളം നീണ്ടുനിന്ന ആ മത്സരം കലാശിച്ചത് പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ്. ഷൂട്ടൌട്ടിൽ PSG-ക്കായി വിറ്റീഞ്ഞ, ഗോൺസാലോ റാമോസ്, ഉസ്മാൻ ഡെംബലെ, ഡൌയി എന്നിവർ ലക്ഷ്യം കണ്ടപ്പോൾ ലിവർപൂളിനായി മുഹമ്മദ് സലാ മാത്രമാണ് പെനാൽറ്റി ഗോളാക്കി മാറ്റിയത്. ഇറ്റാലിയൻ ഗോൾ കീപ്പർ ഡൊണാരൂമയുടെ മിന്നൽ സേവുകളും PSG-ക്ക് കരുത്തായി. ഡാർവിൻ ന്യൂനസിനും ജോണിനും ഡൊണാരൂമയുടെ മുന്നിൽ അടിപതറി. മികച്ച സേവുകളുമായി ഡൊണാരൂമ തന്നെയാണ് ഇന്നലത്തെ കളിയിലെ താരമായതും. ആൻഫീൽഡിൽ കിട്ടിയ ആ ഒരു ഗോളിന് മറുപടി കൊടുക്കാൻ ലിവർപൂളിന് ഒട്ടനവധി അവസരങ്ങൾ കിട്ടിയിരുന്നെങ്കിലും അവിടെയെല്ലാം വില്ലനായത് ഡൊണാരൂമയും നൂനോ മെൻഡസുമൊക്കെയാണ്. കളിയുടെ തുടക്കം തന്നെ ലിവർപൂൾ നല്ല രീതിയിൽ പ്രസ് ചെയ്തിട്ടാണ് കളിച്ചിരുന്നത്. കളിയുടെ തുടക്കത്തിൽ തന്നെ 3-ാം മിനിറ്റിൽ ആൻഫീൽഡിൽ ലീഡ് ഉയർത്താൻ മുഹമ്മദ് സലയ്ക്ക് കിട്ടിയ ആ മനോഹരമായ അവസരം നൂനോ മെൻഡസിന്റെ കാലിൽ തട്ടി വെളിയിലേക്ക് പോകുന്നതാണ് നമ്മൾ കണ്ടത്. തുടർച്ചയായി 5-ാം മിനിറ്റിലും മുഹമ്മദ് സല ബോക്സിൽ നിന്നും തൊടുത്തുവിട്ട ആ ഷോട്ട് പോസ്റ്റിനെ തൊട്ടുരുമ്മിപ്പോയത് കണ്ടപ്പോൾ ആൻഫീൽഡിൽ കളി കാണാനെത്തിയ കാണികൾക്ക് മനസ്സിലായിട്ടുണ്ടാകാം ഭാഗ്യം തങ്ങളുടെ കൂടെ ഇന്നില്ല എന്ന്. കളിയുടെ 12-ാം മിനിറ്റിൽ നൂനോ മെൻഡസിന്റെ കാലുകളിൽ നിന്നും ഡെംബലെ ലക്ഷ്യം കണ്ടു നീങ്ങിയ ആ പാസ് അറ്റാക്കിംഗ് തേരിൽ നിന്നും ഗ്രൗണ്ടിന്റെ മധ്യഭാഗത്തേക്ക് ഇറങ്ങി വന്ന ഡെംബലെ നിസ്സാരമായി ബോൾ തന്റെ കാലുകളിൽ ഒതുക്കി മുന്നോട്ട് പായാൻ തുടങ്ങി. ബാർക്കോളെ ലക്ഷ്യം കണ്ട ഡെംബലയുടെ ആ പാസ് ബോളിനെ തന്റെ വലത് കാലിലാക്കി കുതിച്ചു പാഞ്ഞ ബാർക്കോള ബോക്സിനുള്ളിലേക്ക് ഓടിക്കയറിയ ഡെംബലേക്ക് ഒരു ത്രൂ ബോൾ കൊടുക്കുന്നു. ബോക്സിനുള്ളിൽ നിന്ന ലിവർപൂൾ ഡിഫൻഡേഴ്സ് ക്ലിയർ ചെയ്യാൻ മാക്സിമം ശ്രമിച്ചെങ്കിലും ഇബ്രാഹിം കോൻഡയുടെ കാലിൽ തട്ടി തെറിച്ചു വന്ന ആ പന്ത് ഡെംബലയുടെ കാലുകളിലാണ് എത്തിയത്. കിട്ടിയ അവസരം ഫ്രീ പോസ്റ്റിലേക്ക് തട്ടിയിട്ട ഡെംബലെ PSG-യെ അഗ്രിഗേറ്റ് സ്കോറിൽ ലിവർപൂളിനൊപ്പം എത്തിച്ചു. 31-ാം മിനിറ്റിൽ വീണ്ടും ഡെംബലയിലൂടെ തന്നെ PSG മുമ്പിലെത്തിയെന്ന് തോന്നിപ്പിച്ച ആ നിമിഷം മികച്ച സേവുമായി ലിവർപൂളിന്റെ രക്ഷകനായി അലിസൺ എത്തി. കളിയുടെ രണ്ടാം പകുതിയിലേക്ക് വരുമ്പോൾ 52-ാം മിനിറ്റിൽ സൊബോസ്ലായിലൂടെ ലിവർപൂൾ ലീഡെടുത്തുവെന്ന് തോന്നിപ്പിച്ച നിമിഷം. ഭാഗ്യം ഓഫ്സൈഡിലൂടെ PSG-യെ വന്ന് തുണച്ചുവെന്ന് വേണം പറയാൻ. സെക്കൻഡ് ഹാഫിൽ ലിവർപൂൾ തുടരെ ഷോട്ടുകൾ പായിക്കുന്നതാണ് പിന്നെ കാണാൻ സാധിച്ചത്. കവരസ്കേലിയുടെ ആദ്യ ആ മുന്നേറ്റം ഒഴിച്ചാൽ രണ്ടാം പകുതിയിൽ PSG-യുടെ വലിഞ്ഞു മുറുകിയ പ്രതിരോധമാണ് കാണാൻ സാധിച്ചത്. ആൻഫീൽഡിലെ ആരാധക കൂട്ടം അവർ മുന്നിൽ വരുമെന്ന് ഓരോ നിമിഷവും പ്രതീക്ഷിച്ചെങ്കിലും ഡൊണാരൂമയും നൂനോ മെൻഡസും പാച്ചോയും മാർക്കിഞ്ഞോസും ഹക്കീമിയും എല്ലാം ഒരുക്കിയ ആ പ്രതിരോധ കൂട്ടത്തിന് മുന്നിൽ ലിവർപൂളിന് അടിയറവ് പറയേണ്ടി വന്നു എന്ന് തന്നെ പറയാം. റെഗുലർ ടൈം അവസാനിച്ച് എക്സ്ട്രാ ടൈമിലേക്ക് കളി നീങ്ങിയപ്പോൾ PSG-യുടെ മുന്നേറ്റത്തിന് മൂർച്ച കൂടിയെന്ന് തന്നെ വേണം പറയാൻ. പക്ഷേ PSG-ക്ക് ബോളുകളൊന്നും ലക്ഷ്യത്തിലെത്തിക്കാൻ ആ സമയത്തും സാധിച്ചില്ല. അങ്ങനെ 120 മിനിറ്റ് നീണ്ട ആ മത്സരം അവസാനിച്ചത് പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ്. ഷൂട്ടൌട്ടിലേക്ക് നീങ്ങിയ ആ കളിയിൽ PSG-യുടെ കാവൽമാലാഖ കാത്തു എന്ന് തന്നെ വേണം പറയാൻ. ഡാർവിൻ ന്യൂനസിന്റെയും ജോൺസിന്റെയും 2 പെനാൽറ്റികൾ തട്ടിയിട്ട് PSG-യെ ക്വാർട്ടറിലേക്ക് കടത്തി അവരുടെ ഇറ്റാലിയൻ ഗോൾ കീപ്പർ കളിയുടെ താരവുമായി മാറി. ക്വാർട്ടറിൽ ആസ്റ്റൺ വില്ലയോ ക്ലബ് ബ്രഗോ ആയിരിക്കും PSG-ക്ക് എതിരാളികളായി വരാൻ പോകുന്നത്. എതിരാളികൾ ആരൊക്കെയായാലും ഈ മിന്നുന്ന ഫോമിൽ നിൽക്കുന്ന PSG-യെ അവർക്ക് തോൽപ്പിക്കാൻ സാധിക്കുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻ്റായി രേഖപ്പെടുത്തുക. കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.